ഡബ്ബറുകടി മൊഞ്ചൻ നല്ലൊരു എന്റർടൈനറാണ്. എല്ലാവർക്കും മൊഞ്ചനോട് ഒരു പ്രത്യേക താല്പര്യവുമാണ്. ആ സരസമായ രീതിയിലുള്ള മാപ്പിള ശൈലിയിൽ പല വിഷയങ്ങളെയും റിയാക്ട് ചെയ്ത് മുത്തുവ നല്ല രീതിയിലുള്ള ഫെയിമിലെത്തി. അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഈ മതസൗഹാർദ്ദം പൂത്തു നിൽക്കുന്ന കേരളത്തിൽ മുത്തുവ അറിയാണ്ടോ അറിഞ്ഞോ ആ പണി ചെയ്തു. ഗഡിയുടെ റിയാക്ഷൻ വീഡിയോയിൽ കൂടുതലും വേട്ടയാടപ്പെട്ടിരുന്ന വേട്ടമൃഗം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ ലെവലിലുള്ള ആചാര അപരാധങ്ങളാണ്. അതേ ലാഘവത്തിൽ ഗഡി ഞമ്മേന്റെ മതത്തിനെ ഒന്ന് വിമർശിച്ചു നൈസായിട്ട്. ചെയ്യാൻ പാടില്ലാത്ത പണിയല്ലേ ഗഡീജ് ചെയ്തത്? ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഈ കേരളത്തിൽ ഇതൊക്കെ? അതും പിടിക്കപ്പെട്ട മുസ്ലിം തീവ്രവാദികളെയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കോമഡി ഉണ്ടാക്കിയേക്കണത്. ഞമ്മളത് പുറത്തു തരണമെന്നാണ്. അള്ളാനെ അന്ന ഞമ്മള് വെറുതെ വിടൂല പുള്ളേ. എന്റെ മതസൗഹാർദ്ദ കോമഡികളൊക്കെ വല്ലവന്റെ മതത്തിലെടുത്താൽ മതി, അതൊക്കെ ഞമ്മള് കണ്ട് ചിരിക്കും. പക്ഷെ ഞമ്മേന്റെ മതത്തിലോട്ട് വരുന്ന പുള്ളേ നിന്നെ ഞമ്മള് പൊരുത്തപ്പെടിക്കും. ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ വല്ലാത്തതിയായിരിക്കാണ്. ഞാൻ റഹ്മത്തുള്ള കസിമിയുടെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു വേൾഡ് കപ്പിന്റെ. ഞാൻ അദ്ദേഹത്തിന് ഒരിക്കലും അധിക്ഷേപിച്ചിട്ടല്ല വീഡിയോ ചെയ്തിട്ട് ഫണ്ണി തമാശ രീതിയിലാണ് ചെയ്തത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് കമന്റ് പറയും, വീട്ടുകാരെ ഒരിക്കലും ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അപ്പോൾ എനിക്കത് ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ആ ഒരു വീഡിയോ ചെയ്തത്. പക്ഷേ ഞാൻ അതിൽ ഉപയോഗിച്ച വാക്കുകൾ കുറച്ച് കടന്നുപോയി, വർഗീയവൽക്കരിക്കുന്ന പോലത്തെ വാക്കുകളായി. അങ്ങനെയാണ് നമ്മുടെ അൻസാരി സൂരിസ്താദ് ഒക്കെ റിയാക്ഷൻ ചെയ്തൊരു വീഡിയോ ഇട്ടത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്രയും ഞാൻ ചിന്തിച്ചില്ല. ഞാനെല്ലാം തമാശ എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചിട്ടുള്ളത്. പല തമാശകളും അതിൽ കടന്നു പോകുന്നുണ്ട്. പിടിച്ച് നമ്മുടെ അൻസാരി സുഹറി അടക്കം അടങ്ങുന്ന ഇൻസ്റ്റഗ്രാം ഓളി ഉസ്താദുകൾ എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ റബ്ബർ ഗഡിയുടെ മതസൗഹാർദ്ദത്തിന്റെ ചെവിട്ടിൽ കയറി പിടിച്ച് പൊന്നാക്കി വിട്ടു. ഇപ്പൊ പൊരുത്തപ്പെട്ട് കിട്ടാനായിട്ട് ഗഡി കിടന്ന് മോങ്ങുകയാണ്. കുറെ നാളായി ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. മനുഷ്യനല്ലേ തെറ്റുപറ്റി പോകും. അപ്പോൾ എല്ലാവരും അതിലൊന്ന് ക്ഷമിക്കണം. എൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു തെറ്റാണ്. ഞാൻ അങ്ങനെ ആ രീതിയിൽ പറയാൻ പാടില്ലായിരുന്നു. മാത്രമല്ല ഞാനതിൽ ഒരു കാര്യം കൂടി പരാമർശിച്ചിരുന്നു, മുസ്ലിം തീവ്രവാദികളെ പിടിക്കപ്പെട്ടു എന്നൊക്കെയുള്ളത്. ശരിക്കും അങ്ങനെയൊന്നും ഞാൻ പറയാൻ പാടില്ലായിരുന്നു. ശരിക്കും അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയണമായിരുന്നു. കാരണം ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരുപാട് പേരെ ഇതുപോലെ തീവ്രവാദികൾ എന്ന് പറഞ്ഞ് പിടിച്ചിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവരെ നിരപരാധികൾ എന്ന് പറഞ്ഞ് വിട്ടയക്കുന്നത്. അപ്പോൾ അവരുടെ കുടുംബം, സമയം, യൗവനം എല്ലാം നഷ്ടപ്പെട്ടു പോവാണ്. ഇതിപ്പോ ശരിയാണ്. ഞമ്മേന്റെ മതത്തിലെ തീവ്രവാദികളെ പറ്റിയൊന്നും പറയാൻ പാടില്ലായിരുന്നു, പഠിച്ചിട്ട് പറയണമായിരുന്നു. ഗഡി പഠിച്ചു. ആരിൽ നിന്നാണ് പഠിച്ചതെന്ന് കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തിൽ നിന്ന്, എന്റെ നാടിനടുത്ത് ഈരാറ്റുപേട്ടയിൽ നിന്ന് 1-2 ചെറുപ്പക്കാർ, ഷിബിലി, ഷാദുലി എന്ന് പറയുന്ന ചെറുപ്പക്കാർ തടവറയ്ക്കുള്ളിൽ അകപ്പെട്ടിട്ട് 10-14 വർഷമായി. ചെറുപ്പക്കാരായ കുട്ടികൾ. അവരുടെ കേസ് തെളിയിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാതെ അനന്തമായി നീണ്ടുപോകുന്ന വിചാരണ ഒരുപാട് മുസ്ലിം യുവാക്കൾക്ക് ഇന്ന് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ കുട്ടികൾക്ക്, ചെറുപ്പക്കാരായ കുട്ടികൾക്ക് നഷ്ടപ്പെട്ട ആ ജീവിതം എത്രയും പെട്ടെന്ന് അവർക്ക് മടക്കി കിട്ടുന്ന വിധത്തിൽ അള്ളാഹു അവർക്ക് എത്രയും വേഗം നല്ല മോചനം പ്രദാനം ചെയ്യുമാറാകട്ടെ, അവർക്ക് സ്വാതന്ത്ര്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.